എന്താ? നിങ്ങളാണോ ഈ കിരൺ? അതെ. ആ, ഞങ്ങളുടെ കുഞ്ഞന്തി. ഞങ്ങളുടെ കുഞ്ഞെന്തിയെന്ന് മാത്യു. നിങ്ങളുടെ കുഞ്ഞോ? അതെ, ഞങ്ങൾ അറിഞ്ഞു. കണ്ട റോഡിലും ബാറിലും ഒക്കെ കറങ്ങി നടക്കുന്നത്. അവൻ എവിടെയാന്നേ ചോദിച്ചത്. എങ്ങനെയാ? എവിടെ വെച്ചാ നിങ്ങൾക്ക് അവനെ കാണാതെ പോയത്? അതൊക്കെ ഞങ്ങൾ വേണേ പോലീസിൽ പറഞ്ഞോളാം. അവൻ എന്തിയെന്ന്. വരൂ. അവിടെ ഉണ്ട്. എടാ മാത്യു. മോനെ. എടാ മോനെ. കുട്ടാ വാടാ. അവൻ വല്ലാതെ ക്ഷീണിച്ചു പോയി. അങ്ങനെ നിനക്ക് ഞാനൊന്ന് എടുക്കട്ടെ? എത്ര നാളായി. വേണ്ട വേണ്ട. നോക്കി, അവൻ നമ്മളെ പോലും മറന്നു തോന്നുന്നു. മറന്നോടെ കുട്ടാ? പറയട കുട്ടാ. എന്താ നീ ഇങ്ങനെ നോക്കുന്നേടാ? ഒന്ന് ചിരിച്ചേ. പൊന്നെ, മമ്മീനൊന്ന് വിളിച്ചേ. എത്ര നാളായി വിളിച്ചിട്ട്? ഒന്ന് വിളിക്കേ. വിളിക്കടാ മോനെ, വിളിക്കടാ. അവനിപ്പൊ മമ്മീന്നും വിളിക്കില്ല, ഡാഡിന്നും വിളിക്കില്ല. അവൻ ആകെ ക്ഷീണിച്ചിരിക്കല്ലേ. എന്ത് പറ്റിപ്പോയടാ മോനെ നിനക്ക്? എന്ത് മിടുക്കം കുട്ടനായിരുന്നു. ആ, അതെങ്ങനാ? നേരത്തും കാലത്തും ആഹാരം വല്ലതും ശരിക്കും കിട്ടണ്ടേ? അതുകൊണ്ട് എന്റെ മോനിങ്ങനെ ക്ഷീണിച്ചു പോയത്. വന്നതൊക്കെ വന്നില്ലേ, ഇനി പോട്ടെ. നമുക്ക് അവനെയും കൊണ്ടങ്ങ് പോവാം. വീട്ടിലെല്ലാരും കാത്തിരിക്കുക. മാത്യു നിങ്ങളെ അച്ഛനെന്നാണോ ഡാഡി എന്നാണോ വിളിക്കാറ്? അവൻ എന്നെ ഡാഡിന്നേ വിളിക്കാറുള്ളൂ. അല്ലേടാ കുട്ടാ? കുഞ്ഞിനെ താഴെ ഇറക്ക്. എന്തിനാ ഇറക്ക്? എന്തിനാന്നാ ചോദിച്ചത്? ഇറങ്ങണം. ഡാഡി എന്നാണോ അച്ഛനെന്നാണോ വിളിക്കാറ്? ഡാഡിനെ വിളിക്കുന്നത്. മിണ്ടി പോരുത്, മൂക്കിടിച്ചാൻ പറഞ്ഞിക്കളും. പറടാ, അച്ഛനെന്നാണോ ഡാഡി എന്നാണോ? എനിക്ക് തെറ്റുപറ്റിയതാ. അച്ഛാന്നാ. ആ പാവം പിടിച്ച കുഞ്ഞ് ജനിച്ചിട്ട് ഇതുവരെ സംസാരിച്ചിട്ടില്ല. അതിന് ചെവിടും കേട്ടൂടാ. പൊട്ടനാ പൊട്ടൻ. എന്തിനാണ് ഇവിടെ വന്നത്? സത്യം പറയാം, എന്തുദ്ദേശിച്ചാണ് നീ ഇവിടെ വന്നത്? ഞാനെല്ലാം പറയാം സാറേ. സാറിന് വിട്, തല്ലരുത് സാറേ. ഞാൻ എല്ലാം പറയാം, സത്യം പറയാം. സത്യമായിട്ടും ഞങ്ങൾക്ക് 5-8 കൊല്ലമായിട്ട് കുഞ്ഞുങ്ങളൊന്നും ഇല്ലായിരുന്നപ്പോ സാറിന് നല്ലൊരു കുഞ്ഞിനെ കളഞ്ഞു കിട്ടിയെന്ന് ഞങ്ങൾ അറിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ വന്നാ സാറേ. ഞങ്ങൾ പോയിക്കോളാം. ഓടിക്കോടി, തിരിഞ്ഞു നോക്കണം. ഓടിക്കോളാൻ. എടാ, നിന്നെയൊക്കെ ആരെങ്കിലും പറഞ്ഞു വിട്ടാണെങ്കിൽ അവന്മാരോട് ചെന്ന് പറഞ്ഞാൽ എന്റെ പേര് കിരൺ എന്നാണെന്ന്. ആരൊക്കെയാണ് നിന്റെ പിന്നാലെ? ഒരിക്കൽ, ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് പറയടാ, നീ ആരാ? ഹലോ 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 ഹലോ. എന്തായി? നല്ല പണിയാ സാറ് കാണിച്ചത്. എന്തു പറ്റി? ആ പയ്യൻ ഒരു പൊട്ടനാണെന്നുള്ള കാര്യം നേരത്തെ പറയണ്ടേ സാറേ? ഞങ്ങളാകെ കുഴഞ്ഞു പോയില്ലേ? പൊട്ടനോ? ആ, അവൻ സംസാരിക്കുകയില്ല, അവന് ചെവി കേൾക്കില്ല. ഇതൊന്നും അറിയാതെ ഞങ്ങൾ അവനോട് സംസാരിച്ച് അയാൾക്ക് സംശയം തോന്നി. എന്നാ ഇടിയാ സാറേ അവൻ്റെത്. തീർച്ചയാണോ സംസാരിക്കില്ലായിരുന്നു? അതെ സാർ, അത് കണ്ടാലേ അറിയാം. ശരി. എന്നാലും അപകടം ഒഴിവാകുന്നില്ല. എന്നെങ്കിലും അവൻ ആംഗ്യത്തിലൂടെയോ മറ്റോ ആരെങ്കിലും മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചാൽ എല്ലാ ചുരുളും ഈസിയായി അഴിയപ്പെടും. ഇനി മറ്റൊന്നും ആലോചിക്കാനില്ല. ഒരു ചെറിയ പേജല്ലേ, അതുകൂടി അങ്ങ് കീറിക്കള. ആ അധ്യായം അങ്ങ് തീരട്ടെ. ഇപ്പോഴാകുമ്പോ വളരെ നിസ്സാരമാണ്.
സമയം പോകുന്തോറും ആ അപകടം വളർന്നുകൊണ്ടിരിക്കും. കിട്ടു, നിക്ക് നിക്ക് നിക്ക്. ഹായ് കിട്ടു. കിട്ടു, ഇന്നലെ സന്ധ്യക്ക് ഒരു 7 മണിക്ക് ഫോൺ വിളിച്ചില്ലേ? ഹലോ ഹലോ എന്ന് ഒച്ച വെച്ചിട്ടും മിണ്ടായിരുന്നപ്പോഴേ എനിക്ക് മനസ്സിലായി കിട്ടുമായിരിക്കുമെന്ന്. എന്താ ഒന്നും മിണ്ടാത്ത? ഇന്നുണ്ട് ചോക്ലേറ്റ്സ്. ചോക്ലേറ്റ്സ് പിന്നെ എന്റെ കയ്യിൽ എപ്പോഴും റെഡിയാ. എന്നാ വാങ്ങിച്ചോ. താങ്ക്സ് പറ. പറഞ്ഞാലേ തരുള്ളൂ. അവൻ പറയില്ല, പറയാൻ കഴിയില്ല. ഹീസ് ഡെഫ് ആൻഡ് ഡംബ്. ഐ എം സോറി. ഇന്ന് കിട്ടു വെച്ചു. ഒരിക്കൽ കിട്ടുവിനെയും കൊണ്ട് വീട്ടിൽ വരാന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ. വരാലോ. എപ്പോ? എപ്പോ വേണേലും. ഇപ്പൊ വരാമോ? ഓ യെസ്. എന്നാ ഒന്ന് വന്നേ. നടന്നു വന്നേക്കാം. നിന്റെ മുജ്ജന്മ പരിചയത്തിന്റെ രഹസ്യം എന്ന് ഞാൻ അറിയും. സ്മാർട്ടായിട്ട് നോണം. അവൾ ഏത് തരക്കാരിയാണെന്ന് അറിയില്ല. വരൂ വരൂ. വരുന്നേ. പ്ലീസ് കം. ഇരിക്കൂ. ഇവിടെ ഞാനും വേലക്കാരികളും മാത്രമേ ഉള്ളൂ. അച്ഛൻ ടൂറിലാ. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ഭയങ്കര ബോറാ. അതാ ഈ കൂടെ ഷോപ്പിംഗ്. എന്താ നിക്കുന്നേ? ഇരിക്കുന്നേ. ഞാനിവിടെ നിന്നോളാം. ആ, കുടിക്കാൻ എന്താ വേണ്ടേ? ചായ, കോഫി, കൂൾ ഡ്രിങ്ക്സ്? എനിക്കൊരു ഗ്ലാസ് പച്ചവെള്ളം മതി. കിട്ടുന്നെന്താ? പാലെടുക്കട്ടെ? കുടിക്കോ? കുടിക്കുമായിരിക്കും. ഓ, അതൊക്കെ അമ്മയുടെ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും അല്ലേ? നിങ്ങൾ എവിടെ താമസം? ആരെ? ഞാനോ? അതെ. പൂഞ്ചിറ ജംഗ്ഷനിൽ. അവിടെ എവിടെ? വലത്തോട് തിരിയണം. തിരിയുമ്പോ ഇടതുവശത്ത് കാണുന്ന രണ്ടാമത്തെ വീട്. ആ വലിയ മതിലുള്ള മരങ്ങളൊക്കെ ഉള്ള? അയ്യോ, അത് പ്രേതബാധയുള്ള വീടല്ലേ? ഒരു കുഞ്ഞു മരിച്ച, ഒരു സ്ത്രീ തൂങ്ങിച്ചത്ത. പ്രേതബാധയുണ്ടോന്നറിയില്ല. പക്ഷേ ആ കുഞ്ഞിനെ സ്ത്രീയെ അറിയാം. ആ കുഞ്ഞിന്റെ മോനും സ്ത്രീ അവന്റെ അമ്മയുമായിരുന്നു. കിട്ടുവിടെ? അപ്പൊ കിട്ടുവരാ? കിട്ടു എന്റെ ആരുമല്ല. ഞങ്ങൾ തമ്മിൽ 8 ദിവസത്തെ പരിചയമുള്ളൂ. അവൻ ആരാണെന്നുള്ള അന്വേഷണത്തിലാണ് ഞാനിപ്പോ. കിട്ടു എന്തോ പൊട്ടിച്ചെന്നാ തോന്നുന്നേ. കിട്ടു? അവനത് പൊട്ടിച്ചു. എന്താ കിട്ടുന്നത്? ഓ, സാരമില്ല. ആ, ഇതാണ് എന്റെ ഫാമിലി. ഇതെന്റെ അച്ഛൻ ചന്ദ്രശേഖര മേനോൻ, ഇതെന്റെ ചേച്ചി സതി, ഇത് ഞാൻ നീത്ത. 5 വർഷം മുമ്പ് ചേച്ചി ഞങ്ങളെ ഉപേക്ഷിച്ചു പോയതാ. മൈക്കിൾ എന്നൊരാളെ സ്നേഹിച്ച് ക്രിസ്ത്യാനിയായി. അതി പിന്നെ എവിടെയാണെന്ന് യാതൊരു വിവരവുമില്ല. അച്ഛൻ അന്വേഷിക്കാറുമില്ല. ഇറങ്ങണോ? നില്ല്. ഒരു നിമിഷേ.
ഇത് കിട്ടുന്നൊരു പ്രസന്റാ. എപ്പോഴെങ്കിലും വരുമെന്ന് കരുതി വാങ്ങി വെച്ചതാ. ഒന്നുമില്ലെന്നേ, വെറുതെ ഒരു ഡ്രസ്സാ. മോൻ വെച്ചോ. ആ പിന്നെ കിട്ടുവിനെ ഇനി എപ്പോഴാ കാണുക? അതെ, എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് ഞാൻ പാർക്കിൽ പോവും. കിട്ടുവിനെ കൊണ്ടുവരാണെങ്കിൽ ആ വിവരം ഒന്ന് ഫോൺ ചെയ്ത് പറയണം. കുറച്ച് ചോക്ലേറ്റ്സ് കരുതി വെക്കാനാ. എത്രയാ അവിടുത്തെ ഫോൺ നമ്പർ? വീട്ടിലെയോ? അതെ. 5645. ആരുടെ പേരില്ല? എന്റെ പേരില്. എന്താ പേര്? എടാ കിട്ടൂ, സത്യത്തിൽ ഈ കുടിയം നിർത്തണമെന്ന് എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്. ഞാൻ കുടിച്ച മഹാ പോർണ, അതെനിക്ക് തന്നെ അറിയാം. പക്ഷെ സമ്മതിക്കണ്ടേ? ഇന്ന് തന്നെ കണ്ടില്ല ആ പെണ്ണിന്റെ ഷൈനിങ്. ഫോൺ നമ്പർ എത്ര, ആരുടെ പേരില്ല, എന്താ പേര് എന്നൊക്കെ. എന്നാ പിന്നെ അങ്ങ് നേരിട്ട് ചോദിച്ചാ പോരെ. നീ കേട്ടില്ലേ പ്രേതബാധയുള്ള വീടാണോ? ആ, നീ എങ്ങനെ കേൾക്കാനാ? നീ എന്തിനാ അവളെ പറയാൻ നടക്കുന്നേ? അവളുടെ കോലം കണ്ട അറിയില്ല അവള് ശരിയല്ലെന്ന്. പാർക്കി വരുമോന്ന്. ആര് വരാൻ? നീ കാരണമാ. അല്ലെങ്കിൽ ഞാനിങ്ങനത്തെ ഉള്ളതെന്നും പറയാൻ നടക്കാത്തതാ. ഹലോ, ഞാനാ നീത്ത. കിട്ടുവിനെ ഉടുപ്പ് പാകമായിരുന്നു? ഇട്ടു നോക്കിയില്ല. പാകമായിരിക്കും. പിന്നെ ടെലിഫോൺ ഡയറക്ടറി നമ്പർ നോക്കി ഞാൻ പേര് കണ്ടുപിടിച്ചു. കിരൺ. അത് പറയാനാ വിളിച്ചത്. ഗുഡ് നൈറ്റ്. കണ്ടില്ലേ, പെശക പെശക. അവളെന്നെ പറ്റി എന്താ ധരിച്ചിരിക്കുന്നേ? നിനക്കറിയോ, ഞാനെന്ന പുരുഷന് ഒരേ ഒരു പെണ്ണെ ഈ ലോകത്ത് സ്നേഹിക്കാൻ പറ്റൂ. എന്റെ സുശീലെ, എന്റെ ഭാര്യയെ, എന്റെ പൊന്നുമോനെ തലക്കടിച്ചു കൊന്നിട്ട് തൂങ്ങിച്ചത്ത എന്റെ സുശീലെ. എന്നാലും നിനക്കറിയോ, ഞാൻ അവളെ ഇന്നും സ്നേഹിക്കുന്നു. ഇനി എത്ര ജന്മങ്ങളുണ്ടായാലും അവൾ മാത്രമായിരിക്കണം എന്റെ അടുക്കലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ സ്നേഹിച്ച പോലെ ഒരു പുരുഷനും അവന്റെ ഭാര്യയെ സ്നേഹിച്ചു കാണില്ല. കുട്ടിക്കാലം മുതലേ കണ്ടു തുടങ്ങിയതാണ് അവളെ. ബാല്യം, ബാല്യത്തിലെ വഴക്കുകൾ, പിന്നെ കൗമാരം, അതിന്റെ ഇണക്കങ്ങൾ, പിണക്കങ്ങൾ, പരിഭവങ്ങൾ, അതിലൊക്കെ ഒളിപ്പിച്ച് ഓമനിച്ച് സൂക്ഷിച്ച പ്രേമം, പിന്നെ കല്യാണം. അത് കഴിഞ്ഞപ്പോ ലോകം മുഴുവൻ കാൽക്കീഴിൽ കിടന്നുള്ളുകയായിരുന്നു. അത്രയ്ക്കായിരുന്നു ഹാപ്പിനെസ്. കുറെ കാലം കഴിഞ്ഞപ്പോഴത് തുടങ്ങിയത്. മാനസികാസുഖം, ടൈഫോയിഡ് പോലെ, മഞ്ഞപ്പിത്തം പോലെ ഒരു അസുഖം, തലച്ചോറിന് നേർത്ത പനി, അത് കൂടിക്കൂടി വന്നു. ലോകത്തിൽ ഏത് ചികിത്സയും ഞാൻ അവൾക്ക് കൊടുക്കുമായിരുന്നു. പക്ഷേ എല്ലാവരും പറഞ്ഞ ഒരു കുട്ടി ഉണ്ടാവുമ്പോ മാറുമെന്ന്. അങ്ങനെ അവളുടെ അസുഖം മാറ്റാൻ വേണ്ടി മാത്രം വന്ന് പിറന്നു എന്റെ പൊന്നുമോൻ രാഹുൽ. കിട്ടൂ, എന്റെ ഈ കൈ കൊണ്ട് ആ പൊന്നുമോനെ ഒന്ന് താലോലിക്കാൻ പോലും എനിക്ക് കഴിഞ്ഞിട്ടില്ല.
അവൻ പിറന്നപ്പോ സുശീലയുടെ ദീനം പിടിച്ച തലച്ചോറ് അവളോട് പറഞ്ഞു, എന്നെ സൂക്ഷിച്ചോ, ഞാൻ എന്റെ മോനെ കൊല്ലുമെന്ന്. പിന്നെ അവനൊന്ന് നോക്കാൻ പോലും അവൾ എന്നെ അനുവദിച്ചിട്ടില്ല. ഞാൻ കൊല്ലുമെന്ന് പേടിച്ച് കുഞ്ഞിനെ മാറോടടക്കി ആഴ്ചകളോളം അവൾ ഉറങ്ങാതിരുന്നു. അപ്പോഴൊക്കെ അസുഖം കൂടുകയായിരുന്നു. എന്നിലെ അച്ഛൻ, എന്നിലെ ഭർത്താവ് അകലെ മാറി നിന്ന് പൊട്ടിക്കരും. എന്നാലും അവളോടുള്ള എന്റെ സ്നേഹം പെരുകി അതിരില്ലാത്ത മാനത്തോളം. ഒരിക്കൽ പിച്ച വെച്ച് നടക്കുന്ന എന്റെ മോൻ ഒരു ബ്ലേഡ് എടുത്ത് കളിക്കുന്ന കണ്ടപ്പോ അവന്റെ പിഞ്ചു വിരൽ മുറിയുമെന്ന് കരുതി അത് പിടിച്ചു വാങ്ങാൻ ശ്രമിച്ച എന്നെ കണ്ട് എന്റെ സുശീല ഓടി വന്നു എന്നെ പിച്ചിപ്പൊളിച്ചു. നിന്നെ കൊണ്ട് എന്റെ മോനെ കൊല്ലിക്കില്ല നമ്മൾ അലറി. ഭ്രാന്ത് അവളുടെ ചുണ്ടിലും കണ്ണിലും കൂടെ തിളച്ചുരുകി. ആ രാത്രി, ശപിക്കപ്പെട്ട നവംബർ 18 അവൾ എന്റെ രാഹുലിന്റെ തല കല്ലുകൊണ്ട് ഇടിച്ചു പൊളിച്ചു. എന്നിട്ട് ഒരു സാരിത്തുമ്പിൽ കെട്ടി തൂങ്ങി അവളും ഈ വീടിനോട് യാത്ര വന്നു. അവളുടെ അസുഖം മാറ്റാമെന്ന് രാഹുൽ അത് മാറ്റി, എന്നേക്കുമായി മാറ്റി. കേട്ടു, നിനക്ക് കാരണം ആ കല്ല്, എന്റെ പൊന്നുമോനെ തലച്ചോറിടിച്ചു പൊളിച്ച ആ കല്ല്